പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കല്യാണത്തിന് പോകുമ്പോൾ മസ്റ്റാർഡിൽ കയറി ബാക്കിയുള്ള സ്നാക്സ് അവിടെ കൊടുത്തു. സാധാരണ രാവിലെ കൊടുക്കുന്ന 8 മണിക്ക് കൊടുക്കുന്നത് കട തുറക്കുമ്പോൾ 8 മണിക്കാണ് കൊടുക്കുന്നത്. ആ സമയത്തുള്ള അത് കൊണ്ടുവരുന്നു. ബാക്കിയുള്ളത് ഈവനിങ്ങിൽ കൊടുക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞിരുന്നവരോട്. അങ്ങനെ അതവിടെ കൊടുത്ത് അവിടുന്ന് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ചുരത്തിൽ വലിയ ബുദ്ധിമുട്ടും വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. യാത്ര അങ്ങനെ വാഹനങ്ങളൊന്നും തിങ്ങി ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ താഴെ അടിവാരത്തെത്തുന്നവരെ അങ്ങനെ വലിയ തിരക്കോ ബ്ലോക്കോ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ 12:30 ആകുമ്പോൾ താമരശ്ശേരി വീട്ടിലെത്തി. അവിടെ നിന്ന് പിന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിക്കെത്തിയപ്പോൾ 2 മണി. നമ്മളെ കാത്തിങ്ങനെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തവരായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കുറേ കാലത്തിന് ശേഷമല്ലേ കാണുന്നത്. ഫോണിലൂടെ ഒരു മെസ്സേജ് അയക്കുന്നല്ലാതെ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. മന്തി റൈസും അതേപോലെ ബ്രോസ്റ്റ് ചിക്കൻ, അതാണ് എനിക്ക് തോന്നി. ബ്രോസ്റ്റിൻ്റെ പോലെ തന്നെ ഫ്രൈ ചെയ്ത ചിക്കനാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടുകൊണ്ട് അങ്ങനെ കഴിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നല്ല ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അധികം നേരമൊന്നും നിൽക്കാൻ കഴിയുന്നില്ല. വയനാട്ടുകാർക്ക് തീരെ നാട്ടിൽ പോയാൽ നിൽക്കാൻ കഴിയില്ല. വേർത്തിങ്ങനെ ഒഴുകിയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. എന്നെപ്പോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നവരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാണാൻ വിചാരിച്ചിട്ട് അവിടെ കയറി കുറച്ച് ഡോണറ്റ്സൊക്കെ വാങ്ങി. നല്ല ടേസ്റ്റ് ഡോണറ്റ്സൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അവർ. അതൊക്കെ നമുക്ക് തന്ന് അത് കൊണ്ടുവന്ന് പിന്നെ വരുന്ന വഴിക്ക് മഗ്‌രിബ് നിസ്കരിക്കാനും ഉടുങ്ങാക്കാട് കയറി അവിടെ നിന്ന് നിസ്കരിച്ച് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുരം കയറിയത്. നല്ല തിരക്കായിരുന്നു. പോകുമ്പോൾ ആളില്ലെങ്കിലും അങ്ങോട്ട് കയറിയ ആളുകൾ മുഴുവൻ ഇറങ്ങുന്ന ടൈമായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റിൻ്റെ സമയമല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഭയങ്കര തിരക്ക്. എന്നാൽ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ചുരമൊക്കെ കയറി റാഹത്തായി തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.